യെശയ്യാപ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യം. കോരേശിന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിന് മുൻപ് അഥവാ BC 600-ാം ആണ്ടിൽ ഇന്നത്തെ ഇറാനിൽ അഥവാ അന്നത്തെ പേർഷ്യയിൽ ജനിച്ച ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പേരാണ് സൈറസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കോരശ്. അദ്ദേഹം വളർന്ന് പല സൈനിക നീക്കങ്ങൾ നടത്തി താനൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. ശ്രദ്ധിക്കണം, ചരിത്രം പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഏറ്റവും ചുരുക്കിയത് പറഞ്ഞിട്ട് നമുക്ക് ദൈവവചന സത്യങ്ങൾ ശ്രവിക്കാം. തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു അന്നത്തെ സാമ്രാജ്യമായിരുന്ന ബാബിലോൺ കീഴടക്കണമെന്നത്. എന്നാൽ ബാബിലോണിൻ്റെ തലസ്ഥാനം, അതിൻ്റെ രാജധാനി ഒരു വലിയ കോട്ടയാൽ ചുറ്റപ്പെട്ടിരുന്നു. അതിന് താമ്രം കൊണ്ടുള്ള വാതിലുകളുണ്ടായിരുന്നു, ഇരുമ്പ് ഓടാമ്പലുകളുണ്ടായിരുന്നു. ആ കോട്ടമതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം വളരെയധികമായിരുന്നു. ആ കോട്ടയ്ക്ക് ചുറ്റിലും യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ട് ആഴത്തിലുള്ള കിടങ്ങുകൾ ഉണ്ടാക്കിയിരുന്നു. ശത്രു സൈന്യം ഈ കോട്ട കീഴടക്കണമെങ്കിൽ ഈ കിടങ്ങ് മറികടന്ന് വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പോഴേക്കും കോട്ടയിൽ നിന്ന് അമ്പെയ്ത് ഇവരെ കൊന്നുകളയും. അഥവാ ഈ കിടങ്ങ് കടന്നപ്പുറത്ത് ചെല്ലുകയാണെങ്കിലും കോട്ടമതിൽ അഭേദ്യമാണ്, തകർക്കാൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ വാതിലുകളൊക്കെ. എന്നാൽ ഈ കോരശ് എന്ന രാജാവ് താൻ അതിനു വേണ്ടതായ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കി. താൻ ഒരുക്കിയ യുദ്ധതന്ത്രങ്ങളിലൊന്ന് ഈ ബാബേൽ കോട്ടയ്ക്ക് ചുറ്റിലുമുള്ള കിടങ്ങുകളിലെ വെള്ളം വഴിതിരിച്ച് വിട്ട് ആ കിടങ്ങ് വറ്റിക്കണം. താൻ അതിനായി ചാലുകൾ ഉണ്ടാക്കി, തോടുകൾ ഉണ്ടാക്കി. ഒരു നാളിൽ ഇവർ ഈ കിടങ്ങിലെ വെള്ളം ആ തോടിലേക്ക് വഴിതിരിച്ച് വിട്ടു, തോടുകളിലേക്ക്. അങ്ങനെ കിടങ്ങ് വറ്റി. ഈ കിടങ്ങ് വറ്റിയപ്പോൾ കോരശ് രാജാവിൻ്റെ അല്ലെങ്കിൽ സൈറസിൻ്റെ സൈന്യം അവർ കിടങ്ങ് കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ആ കോട്ടയുടെ വാതിലുകൾ അടച്ചിട്ടില്ല. പ്രധാന വാതിൽ, കവാടം അടഞ്ഞിട്ടില്ല, വാതിൽ തുറന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒന്നാണ്. അവരെല്ലാം ആ കോട്ടയിൽ കൂടെ അകത്ത് കടന്നു. അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെയുള്ള സൈന്യം അവർ ഉറങ്ങുന്നു. കോരശ് രാജാവിൻ്റെ സൈന്യം ശത്രുക്കളെ നിഗ്രഹിച്ചു. അന്ന് ആ സാമ്രാജ്യത്തിൽ വൈസ്രോയിയായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ബേൽസസറിനെയും അന്ന് രാത്രിയിൽ കൊന്നുകളഞ്ഞു. കോരശ് രാജാവ് ഭരണം പിടിച്ചടക്കി. ദൈവത്തിന് സ്തോത്രം. ഇനി വേറെ ഒരു ചരിത്രം പറയാം. ഇസ്രായേൽ മക്കൾ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ കർത്താവ് അവർക്കൊരു ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ എന്ന് പറയുന്നത് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ അധിപനായ നെബൂഖദ്നേസർ യഹൂദായെ ആക്രമിച്ച് യെരൂശലേം നഗരത്തെ ചുട്ടരിച്ച് അവിടുത്തെ ആലയത്തെ ഇടിച്ചു കളഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കി അവൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. എന്നാൽ ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുത്തിരുന്നു. 70 വർഷം കഴിയുമ്പോൾ അവരുടെ അടിമത്തം അവസാനിക്കും, അവർ സ്വദേശത്തേക്ക് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ കോരശ് രാജാവ് ബാബേൽ കോട്ട പിടിച്ചടക്കി. അവൻ അവിടെ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ ഒരു സാമ്രാജ്യം, ഒരു രാജാവ് വേറൊരു സൈന്യത്തെ ആക്രമിച്ച് കീഴടക്കിയാൽ അവിടെയുള്ളതായ
പ്രബലന്മാരെ, ഭരണത്തിൽ നേതൃത്വം വഹിച്ചവരെയെല്ലാം കൊന്നുകളയാറാണ് പതിവ്. എന്നാൽ കോരശ് എന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ സൈറസ്, മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ ബോധവാനായിരുന്നു. തൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഇന്നും ചരിത്രരേഖകളായിട്ടുണ്ട്. കോരശ് രാജാവ് സൈറസിൻ്റെ സിലിണ്ടർ എന്നൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ താൻ അവിടെ ചെല്ലുമ്പോൾ വന്ധ്യ വയോധികനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖൻ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ക്യാബിനറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയാവുന്ന പദവിയിൽ ഉണ്ടായിരുന്ന ഒരാൾ, ദാനിയേൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കോരശ് രാജാവിനറിയാം, തീർച്ചയായിട്ടും നിന്ന് പിഴയ്ക്കണമെങ്കിൽ മുഖസ്തുതി പറഞ്ഞെങ്കിലേ ഒക്കൂ. അതുപോലെ തന്നെ സന്തോഷിപ്പിക്കാൻ ഒരു മുഖസ്തുതി പറയുകയാണ്. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, അല്ല രാജാവേ, ശ്രദ്ധിക്കുക. അല്ല രാജാവേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴല്ല, ഞങ്ങളുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 150 വർഷത്തോളമായി താങ്കൾക്ക് വേണ്ടി. ഇപ്പോൾ കോരശ് രാജാവ് ഒന്ന് ഞെട്ടി. തനിക്കപ്പോൾ ഏകദേശം 60 വയസ്സോളമേ പ്രായമുള്ളൂ. 150 ഇപ്പോൾ 60, 210 വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹം അമ്പരന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഈ ദാനിയേൽ പ്രവാചകൻ തൻ്റെ മുൻപിൽ ഒരു പുസ്തക ചുരുൾ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് BC 800, ഇദ്ദേഹം ജനിച്ചത് BC 600. BC 800 ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു. തൻ്റെ പേര് യെശയ്യാവ് എന്നായിരുന്നു. അദ്ദേഹം താങ്കളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കോരശ് മനസ്സിലാക്കി, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കോരശ് രാജാവ് അത്ഭുതപ്പെട്ടു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, വാതിലുകൾ നിന്റെ മുൻപിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. പിന്നെയും പല കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. താൻ അന്ന് യുദ്ധത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് വീണ്ടും താനിത് കണ്ട് അത്ഭുതപ്പെട്ടു. നമുക്കിനി യിരെമ്യാ പ്രവചനത്തിൽ വരുമ്പോൾ അതിൻ്റെ 51-ാം അധ്യായത്തിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം, കോരശ് രാജാവ് ഈ ബാബേൽ കോട്ട പിടിച്ചടക്കിയപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും മനസ്സിലാകാറില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ അന്ന് നടന്ന സംഭവങ്ങൾ അത് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ബേൽശസ്സർ രാജാവ് ഒരു വിരുന്നൊരുക്കി. അന്ന് അവനും അവൻ്റെ കൂടെയുള്ളവരെല്ലാം ആ വിരുന്നിൽ മദ്യപിച്ച് മദോന്മത്തരായി ലഹരി പിടിച്ചു. ആ വിരുന്നിൻ്റെ ഫലമായിട്ട് അവിടെയുള്ളതായ കോട്ടയുടെ കാവൽക്കാർ അവർ കോട്ടവാതിൽ അടയ്ക്കാൻ മറന്നുപോയി. അവർ ലഹരി പിടിച്ചുറങ്ങി. പിന്നീട് അവർ ഒരിക്കലും ഉണർന്നിട്ടില്ല. കോരശ് രാജാവിൻ്റെ സൈന്യം വന്നവരെ കൊന്നുമുടിച്ചു കളഞ്ഞു. അന്ന് ബേൽശസ്സർ രാജാവിനെ കൊന്നുകളഞ്ഞു. ദാനിയേൽ അതിനെക്കുറിച്ച് ബേൽശസ്സറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിന്റെ അന്ത്യമാണെന്ന്. അതുപോലെ സംഭവിച്ചു. ഇനി നമുക്ക് യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ വരുമ്പോൾ അന്ന് നടന്നതായ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യിരെമ്യാ പ്രവചനം 51-ാം അധ്യായം, അവിടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 30-ാം വാക്യം വായിച്ച്, യിരെമ്യാവ് 51:30 ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിലിരിക്കുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു. മദ്യപിച്ച് മദോന്മത്തരായി ലഹരി പിടിച്ച് കുഴഞ്ഞിരിക്കുന്നു. 31-ാം വാക്യം, പട്ടണം 4 പുറവും പിടിപെട്ടുപോയി, കടവുകൾ ശത്രുവശമായി. ഈ കടവെന്ന് പറഞ്ഞാൽ ഈ കിടങ്ങുകൾ, അതിൻ്റെ കടവുകൾ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കോരശ് രാജാവിൻ്റെ പട്ടണമെന്ന് ഈ കടവുകൾ പിടിച്ചടക്കി. അവർ പിന്നീട് അതിനകത്തോട്ട് കയറിയപ്പോൾ 37-ാം വാക്യം, അതിൻ്റെ കടൽ ഞാൻ ഉണക്കി, അതിൻ്റെ ഉറവുകളെ ഞാൻ വറ്റിച്ചു കളയും. 39-ാം വാക്യം, അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന്
ഞാൻ അവർക്കൊരു പാനീയം ഒരുക്കി അവരെ ലഹരി പിടിപ്പിക്കും. അന്ന് ഇവർ ഈ മദ്യം അല്ലെങ്കിൽ ഈ പാനീയം കുടിച്ച് ലഹരി പിടിച്ച് ഉറങ്ങിപ്പോയി. അന്ന് കോരശ് രാജാവിൻ്റെ സൈന്യം വന്ന് ഇവരെല്ലാം വെട്ടിക്കൊന്നു. അവർ പിന്നീട് ഒരിക്കലും ഉണർന്നിട്ടില്ല. നമ്മൾ നാട്ടുഭാഷയിൽ പറയും ഒടുക്കത്തെ ഉറക്കമായി പോയി. ഇതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ സർവഭൂമിയുടെയും പ്രശംസയായിരുന്നത് ശത്രുവിൻ്റെ വശമായി. ഇനി നമുക്ക് അവിടെ ഇങ്ങനെയുണ്ട്, അവൻ വിഴുങ്ങിയതിനെ 44 അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ബാബേൽ സാമ്രാജ്യം പലരുടെയും സമ്പത്ത് അപഹരിച്ചു, വിഴുങ്ങി. യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് വിലപ്പെട്ട പൊന്നും വെള്ളിയും താമ്രവും ഒക്കെ അവർ അപഹരിച്ചു കൊണ്ടുപോയി, വിഴുങ്ങി. എന്നാൽ കോരശ് രാജാവ് അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു. അതാണ് വിഴുങ്ങിയതിനെ പുറത്തിറക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അന്ന് നടക്കുന്നതായ ഓരോ സംഭവങ്ങളും വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇന്നലെ നമ്മൾ കേട്ട കുറിവാക്യം എന്താണ്? പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. അഥവാ അനാദി ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞ് അത് സഫലീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്കും മൃഗങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നും പുസ്തക ചുരുളിൽ നമ്മെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഒന്ന് കണ്ണടച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നു തരണം. ഇന്നലെ കേട്ടതുപോലെ എൻ്റെ കാതിനെ കുഴിച്ചു തരണം. നിന്റെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അത്ഭുതം കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്നും കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് അരുളി ചെയ്തിരിക്കുന്നതെന്ന് കേൾക്കുവാൻ എൻ്റെ കാതുകളെ തുറന്നു തരണമെന്നും ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? അങ്ങനെയെങ്കിലാണ് നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതം സഫലമാകൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ ആയുഷ്കാലം പ്രയോജനമായി തീരൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. നാം ഇന്നലെ കേട്ടത് പുസ്തക ചുരുളിൽ എഴുതപ്പെട്ടിരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ്, യോശിയാവ്. അവൻ എന്തെല്ലാം തിരഞ്ഞെടുത്തു എന്ന് നാം ഇന്നലെ കേട്ടു. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ എന്തിനായി തിരഞ്ഞെടുത്തു? കർത്താവ് താൻ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്താ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. യെശയ്യാപ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യം നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. കോരേശിന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും. കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. കർത്താവ് നിങ്ങളെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? അതാണ് നമ്മളിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? നിങ്ങൾ ഇന്നു മുതൽ എന്നും കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? അങ്ങയുടെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? അതെനിക്ക് കാണിച്ചു തരണമേ, അതെനിക്ക് കേൾപ്പിച്ചു തരണമേ. ഇപ്പോൾ കോരേശിനെ കുറിച്ച് അവൻ ജനിക്കുന്നതിന് 150 വർഷം മുമ്പേ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. കോരേശ് എന്ന് പറയുന്നവൻ എൻ്റെ ഇടയനാണ്, ഞാൻ അവനെ ഒരിടയനായി തീരുമാനിച്ചിട്ടുണ്ട്. അടിമത്തത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനത്തെ ആ അടിമത്തത്തിൻ്റെ വാതിലുകൾ തുറന്ന്, അവർ ബാബേലിൽ പ്രവാസികളായിരുന്നു അഥവാ അടിമകളായിരുന്നു, ആ അടിമവാതിൽ തുറന്ന് അവരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനായിട്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ഇടയനായിരുന്നു ഈ കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. അപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇവിടെ പറയുകയാണ്, കോരേശ് എൻ്റെ ഇടയനാണ്. ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
അവൻ ആടുകളെ മേയ്ക്കാനുള്ളവനാണ്. അവന് വേണ്ടി കുറെ ആടുകളുണ്ട്. എങ്ങനെയുള്ള ആടുകളാണെന്നറിയാമോ? അടിമനുഖത്തിൽപ്പെട്ട് അന്യദേശത്ത് അടിമകളായി പാർത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി ഉള്ളത്തിൽ ദാഹിച്ച് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം. അവർക്ക് വേണ്ടി ഒരിടയനായി നിയമിക്കപ്പെട്ടവനായിരുന്നു കോരശ്. നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ട ഇടയന്മാരാണ്. നിങ്ങളുടെ ചുറ്റിലും കുറെ ആടുകളുണ്ട്. അടിമത്തത്തിൽ കഴിഞ്ഞുകൂടുന്ന ആത്മാക്കൾ, പാപത്തിൻ്റെ അടിമനുഖത്തിൽ, പാപത്തിൻ്റെ തടവറയിൽ കിടക്കുന്നവർ, പിശാചിൻ്റെ തടവറയിൽ കിടക്കുന്നവർ, നിത്യന്യായവിധിയിലേക്ക് പോകുന്നവർ. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ പാതാളത്തിനാടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം, നിങ്ങളൊന്ന് ചെവി തുറന്ന് കേട്ടാൽ കേൾക്കാം. എന്ത് കാണാം? നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ കാണാം. അവരുടെ അന്തരാത്മാവിൻ്റെ രോദനം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളത് കാണുകയും അത് കേൾക്കുകയും വേണം. കോരശ് എൻ്റെ ഇടയൻ. എന്താണ് ആ ഇടയൻ്റെ ഉത്തരവാദിത്വം? അരിഷ്ടതയേറിയ പരിതാപകരമായ അവസ്ഥയിലിരിക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ ഞരങ്ങി നിലവിളിക്കുന്ന എത്രയോ ആടുകളുണ്ട്. അവരെ ജീവന്റെ പാതയിലെത്തിക്കാൻ, അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ തെളിച്ചത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കാൻ ഇടയനെ ആവശ്യമുണ്ട്. നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവ് അതിനായി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശെക്കര്യാ പ്രവചനം 11-ാം അധ്യായം, ശെക്കര്യാ പ്രവചനം 11-ാം അധ്യായം 4-ാം വാക്യം ഇവിടെ വായിച്ചാട്ടെ പെട്ടെന്ന്. എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അറുപ്പാനുള്ള ആടുകളെ മേയ്ക്ക, അവയെ മേടിക്കുന്നവർ കുറ്റമെന്നെണ്ണാതെ അവയെ അറുക്കുന്നു. നോക്കുക, കർത്താവ് എന്നോട് പറഞ്ഞു, അറുക്കാനുള്ള ആടുകളെ മേയിക്കണം. മരണത്തിലേക്ക് പോകുന്ന ധാരാളം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ പിശാച് നിങ്ങളെ വഞ്ചിക്കും. നിങ്ങളെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ ചുരുളിൽ എഴുതിയിരിക്കുന്നത് കാണാതെ വണ്ണം നിങ്ങളുടെ കണ്ണുകളെ അവൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ മനസ്സിൽ മറ്റു പലതും അവൻ കേൾപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചടക്കണം. ദൈവത്തിന് സ്തോത്രം. അറുപ്പാനുള്ള ആടുകളെ മേയിക്കുക. 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. വായിച്ച് 7-ാം വാക്യം കൂടെ. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടത ഏറിയവേ തന്നെ, അരിഷ്ടതയേറിയ ആടുകൾ, ദയനീയമായ അവസ്ഥയിലുള്ള ആടുകൾ, പരിതാപകരമായ അവസ്ഥയിലുള്ള ജനങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവർ മരണത്തിലേക്ക് പോവുകയാണ്. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം ജനസമൂഹങ്ങളെ കാണുന്നു. നിയമിക്കപ്പെട്ട ഒരു ശിക്ഷാവിധിയിലേക്ക് പോകുന്ന ധാരാളം ജനങ്ങളുണ്ട്. പ്രിയ യുവാവേ, യുവതിയെ, പ്രിയ വിശ്വാസിയെ, നീ ദൈവത്തിന്റെ ഇടയനായി നിയമിക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. മരണത്തിലേക്കും നാശത്തിലേക്കും പോകുന്ന ആടുകളുണ്ട്, അരിഷ്ടതയേറിയവ. അരിഷ്ടത എന്ന് പറഞ്ഞാൽ നിർഭാഗ്യകരമായ അവസ്ഥയിലിരിക്കുന്ന ആടുകൾ. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ അതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാണ് നിനക്കൊരു ആയുസ് തന്നത്. അതിനാണ് നിനക്കൊരു ശരീരം തന്നത്. അതിനാണ് നിനക്കൊരു ജീവിതം തന്നത്. അതിനാണ് അവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. കോരശ് എൻ്റെ ഇടയൻ. അപ്പോൾ ഈ ഇടയനായി തീരണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടത് കർത്താവിനോടുള്ള സ്നേഹമാണ്. കർത്താവ് നിങ്ങളെ തൻ്റെ ഇടയനായി നിയമിച്ചിരിക്കുകയാണ്. കർത്താവ് നിങ്ങളിൽ നിന്ന് ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിക്കുകയാണ്, യോനായുടെ മകനായ ശിമോനെ, അല്ലെങ്കിൽ ബർയോന ശിമോനെ. വായിക്കുക. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 17-ാം വാക്യത്തിലുണ്ട്, എന്റെ ആടുകളെ മേയ്ക്കുക. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. ശിമോനെ ഇടയനായി നിയമിക്കുവാൻ അരിഷ്ടതയേറിയ നാശത്തിലേക്ക് പോകുന്ന, ശിക്ഷാവിധിയിലേക്ക് പോകുന്ന ആടുകളെ ജീവന്റെ പാതയിൽ കൊണ്ടുവരേണ്ടതിന് പത്രോസിനെ ഇടയനായി തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
നീ എന്നെ അധികം സ്നേഹിക്കണം. ഞാൻ പറയുന്നതിന് ശ്രദ്ധിക്കണം. നീ എന്നെ സ്നേഹിക്കണം. അതിന് യോഹന്നാൻ ശിമോൻ കൊടുത്ത മറുപടി സ്നേഹിക്കുന്നു എന്നല്ല, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഗ്രീക്ക് ഭാഷയിൽ അഗപ്പാവോ എന്നൊരു വാക്കാണ്, അഗപ്പാവോ. എന്നാൽ പത്രോസ് കൊടുക്കുന്ന മറുപടി എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, അല്ലെങ്കിൽ ഫിലിയോ എന്നൊരു വാക്കാണ്. ഫിലിയോ എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ. കർത്താവേ, നീ എൻ്റെ കൂട്ടുകാരനാണ്. കർത്താവിന് ആ മറുപടിയിൽ തൃപ്തിയില്ല. വീണ്ടും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ വീണ്ടും പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ സ്നേഹിതനാണ്, നീ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ കർത്താവ് വീണ്ടും ചോദിച്ചു, ഞാൻ നിന്റെ സുഹൃത്ത് തന്നെയാണോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ. കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം എങ്ങനെയുള്ളതാണ്? ഇത് രണ്ട് തരത്തിലുള്ള സ്നേഹമാണ് കേട്ടോ. ഫിലിയോ, അതായത് പത്രോസ് പറയുന്നത്, പത്രോസിന് യേശുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് വികാരത്തിൽ അധിഷ്ഠിതമാണ്. വികാരത്തിൽ. ഈ ഫിലിയോ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് വളരെ സെന്റിമെന്റലായിട്ടുള്ള സ്നേഹമാണ്, വികാരത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് യുക്തിയോ ചിന്തയോ ഒന്നുമില്ല. ആവേശത്തിലുണ്ടാകുന്ന ഒരു സ്നേഹം. കർത്താവിന് വേണ്ടത് ആവേശത്തിലുണ്ടാകുന്ന ഒരു സ്നേഹമല്ല. എ ലവ് വിത്ത് റീസണിങ് ആൻഡ് ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായ ചിന്തിച്ച് ആലോചിച്ച് ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ് കർത്താവിന് വേണ്ടത്. ഒരാവേശം കയറി എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞാൽ ആവേശം തണുക്കുമ്പോൾ സ്നേഹം പോകുമെന്ന് യേശുവിനറിയാം. ഞാനും നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗം പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. നമുക്ക് വേണ്ടത് വികാരത്തിൻ്റെ ആവേശമല്ല, യുക്തിഭദ്രമായ വിവേകപൂർണമായ ഒരു സ്നേഹമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. കർത്താവിന് വേണ്ടത് ഒരാവേശം കയറിയിട്ട് എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുന്നതല്ല. ഒരിക്കൽ കർത്താവായ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറയും. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല, നിനക്ക് വേണ്ടി മരിക്കാനും ഒരുക്കമാണ്. ആവേശം കയറി പറഞ്ഞതാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഈ ആവേശം തണുക്കുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളി പറയും. കോഴി 2 വട്ടമേ കൂകൂ, പക്ഷെ നീ എന്നെ 3 വട്ടം തള്ളി പറയും. ആവേശം തണുത്താൽ എങ്ങനെയാണ്? പത്രോസിന്റെ ആവേശം തണുത്തിട്ട് പത്രോസ് മീൻ പിടിക്കാൻ പോയി. നമുക്ക് ആ വികാരഭരിതമായ ഒരു സ്നേഹമല്ല ദൈവത്തോട് വേണ്ടത്. ചിന്തിച്ച് ആലോചിച്ച് വരായികകൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയണം. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്നവരിൽ ഇങ്ങനെ 2 വിധത്തിൽ വരുന്നവരുണ്ട് കേട്ടോ. ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്ത് അഭിഷേകം പ്രാപിച്ച് ആവേശം കയറി എന്നാൽ പിന്നെ നിനക്ക് വേണ്ടി ചത്തുകളയുമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ആവേശമൊക്കെ തണുക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. കർത്താവായ യേശു തൻ്റെ പിന്നാലെ ഒരുവൻ പറഞ്ഞു, ഗുരു, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കും. ഉടനെ യേശു എന്താണ് പറഞ്ഞത്? വെൽ ഡൺ എന്ന് പറഞ്ഞില്ല. കുറുനരികൾക്ക് കുഴിയുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രൻ്റെ തലചായ്പാൻ ഇടമില്ല. സമ്മതമാണോ? എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് നേർച്ച കഴിക്കുമെന്ന് ചിന്തിക്കും. നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ ഭ്രഷ്ടരാക്കും, സകല തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയും. പിൻപറ്റാൻ ഒരുക്കമാണോ? ഇതാണ് വേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അറിയാം എനിക്ക്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ അനുഗമിച്ചാൽ എന്നെ കാത്തിരിക്കുന്നത് പൂമാലയും പൂമെത്തയും ഒന്നുമല്ല. എന്നെ കാത്തിരിക്കുന്നത് മുള്ളും കല്ലും കഠിനപാതയുമാണ്. എൻ്റെ പ്രാണനെ പക്ഷെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാൻ വളരെ ബുദ്ധിയുള്ള ഒരു തലമുറയോടാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ആവേശം കയറിയിട്ടല്ല, ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച്. കർത്താവേ, ഈ അടുത്ത സമയത്ത് ഒരാളോട് ചോദിച്ചു, ഒരു ശുശ്രൂഷകയോട്, എങ്ങനെയുണ്ട്? ഓ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ പ്രതീക്ഷിച്ചിടത്തോളം ആയില്ല എന്ന് ഞാൻ പറയും. ചിലർ അയ്യോ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. പക്ഷെ ഞാൻ പറയും, അല്ല, ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഭവിഷ്യത്ത്, പ്രത്യാഘാതം, വരായികകൾ,
കർത്താവിന് വേണ്ടി ജീവിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുക. എങ്ങനെ? ഇവിടെ എന്ത് കിട്ടും, അവിടെ എന്ത് കിട്ടും, അതറിഞ്ഞു വേണം കർത്താവിനെ സ്നേഹിക്കാൻ. എന്നാൽ ഈ അഗാപ്പെ ലവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് അൺകണ്ടീഷണൽ ആൻഡ് അൺസെൽഫിഷ് എന്ന് പറഞ്ഞാൽ നിരുപാധികവും നിസ്വാർത്ഥവുമായ സ്നേഹമാണ്. അവിടെ വ്യവസ്ഥകളില്ല, അവിടെ ഉപാധികളില്ല, അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല, അവിടെ സ്വാർത്ഥതയില്ല. ഇതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? തന്നെ സ്നേഹിക്കാനാണ്. യേശുവിനെ സ്നേഹിക്കുക. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? തന്നോടുകൂടെ ഇരിക്കാനാണ്. ആദ്യം ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കർത്താവ് ഈ ലോകത്തിൽ കഷ്ടങ്ങളും ബന്ധനങ്ങളും നിങ്ങൾക്കുണ്ടായേക്കാം. ഇവിടെ കല്ലും മുള്ളും ഒക്കെ കിട്ടിയേക്കാം. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. കർത്താവ് കൂടെ പറയും എന്നോട്, മനുഷ്യപുത്ര, നീതിലും വലിയത് കാണും. ദൈവത്തിന് സ്തോത്രം. എന്തോ ഇനി കാണാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കർത്താവ് നിങ്ങളെ ഇടയനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അരിഷ്ടതയേറിയ ആളുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ ചുറ്റിലും കാണുന്ന ആത്മാക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവർ അരിഷ്ടതയേറിയ ആളുകളാണ്. അവരെ കർത്താവ് അവർക്കൊരിടയനായി നിങ്ങളെ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിനോട് ഏക മനസ്സുള്ളവരായിരിക്കണം. യിരെമ്യാപ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ. ഒരേ മനസ്സ്. കർത്താവിനും എനിക്ക് ഒരേ മനസ്സാണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ യേശുവിൻ്റെ മനസ്സെന്താണോ അതേ മനസ്സാണ് എനിക്ക്. എനിക്കും എൻ്റെ കർത്താവിന് രണ്ട് മനസ്സില്ല. എനിക്കും എൻ്റെ കർത്താവിന് രണ്ട് ചിന്തയില്ല. അതെ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഈ പാതയിൽ നിങ്ങൾ പതറുകയില്ല, ഈ പാതയിൽ നിങ്ങൾ ഇടറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമയിച്ചൊരുക്കത്താൽ പെട്ടെന്ന് പോവുകയാണ്. അടുത്തതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, കോരശൻ്റെ ഇടയൻ അവനെൻ്റെ ഹിതമെല്ലാം അവനെൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്? കർത്താവിൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് കോരേശിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്? അവിടെ കോരേശിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്, അടിമത്തത്തിൽ കാരാഗൃഹത്തിൽ കഴിയുന്ന ആത്മാക്കളെ ആ അടിമത്തത്തിൻ്റെ വാതിൽ തുറന്ന് അവരെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 16-18 വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് വായിക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരിടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരുടെ കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന്. കോരശന്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും അനുഷ്ഠിക്കും, എൻ്റെ ഹിതമെല്ലാം അവൻ ചെയ്യും. എന്തായിരുന്നു ഇഷ്ടം? ഇരുട്ടിലിരിക്കുന്ന ജനത്തെ, അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ. സാത്താന്റെ അധികാരത്തിൻ കീഴിലിരിക്കുന്നവർ, സാത്താന്റെ അടിമകളായിരിക്കുന്നവർ, ഒടുവിൽ നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകുന്നവർ, അവരെ ജീവനിലേക്ക് നടത്താനും കർത്താവ് നിന്നെ ഇടയനായി തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണഹൃദയത്തോടെ നീ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഇന്ന് നമുക്ക് തന്ന അഭിഷേകം അത് നമ്മളെ ആ ദൈവ പദ്ധതിയിലേക്ക് വഴി നടത്തും. ഇനി നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യും എന്നും കൂടെ നോക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. യെശയ്യാവ് 45:1. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവന് ജാതികളെ കർത്താവ് താൻ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, കർത്താവ് അവരെ തൻ്റെ ദൗത്യത്തിനായി. എന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, കണ്ണുകൾ പോകരുത്.
കർത്താവ് എന്തിനായി നമ്മളെ തിരഞ്ഞെടുത്തു? ആൺകുട്ടികളായാലും എന്നെ ശ്രദ്ധിക്കുക. മോനെ ഇങ്ങോട്ട് നോക്കണം. അപ്പച്ചനെ ഇനി നിനക്ക് പിന്നെയും കാണാം. നീ തിരിഞ്ഞു നോക്കണ്ട, നിന്നെ തന്നെയാണ്. നമ്മുടെ പിള്ളേരുടെ ഒരു അടവാണത്. എന്നെ അല്ലെന്നുള്ള രീതിയിൽ പുറകോട്ട് നോക്കും. അപ്പച്ചനെ പിന്നെയും കാണാം, ഇഷ്ടം പോലെ കാണാം. എന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ നോക്കുക, കർത്താവ് നമ്മളെ കോരശ് എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, തൻ്റെ അഭിഷിക്തനായ കോരശിനോട് പ്രകാരം പറയുന്നു. കർത്താവ് നിങ്ങളെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്താൽ കർത്താവ് നിങ്ങളെ ആദ്യം അതിനുവേണ്ടി അഭിഷേകം ചെയ്യും. നിങ്ങളെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നിയമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ അതിനായി നിയമിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഒരു വലിയ അപ്പോയിൻമെൻ്റ് ആണ്. ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയാൽ, ഞങ്ങളുടെയൊക്കെ കാലത്ത് IBM ഒക്കെ ആയിരുന്നു, അവിടെ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയാൽ എത്ര വലിയ സന്തോഷമായിരിക്കും. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരികയാണ്. നിങ്ങളിപ്പോൾ നല്ലതുപോലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല ഉണർവ്, ആത്മനിറവ്, സന്തോഷം. അതെന്താണെന്നറിയാമോ? അതൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിരുന്നു. അതൊരു നിയമന ഉത്തരവാണ്. നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് ദൈവം തന്നൊരു ഓർഡറാണത്. ആ അപ്പോയിൻമെൻ്റ് ഓർഡർ നിങ്ങൾ കൈപ്പറ്റിയതിൻ്റെ സന്തോഷമായിരുന്നു അത്. ഓരോ അഭിഷേകവും ഓരോ അപ്പോയിൻമെൻ്റാണ്. ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ പലരെ അഭിഷേകം ചെയ്തതായി കാണാം. ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരുണ്ട്. ജനത്തിന് പ്രവാചകന്മാരായി നിയമിക്കപ്പെട്ടവരുണ്ട്. രാജാക്കന്മാരായി നിയമിക്കപ്പെട്ടവരുണ്ട്. ഇന്ന് നമുക്ക് ഈ പ്രവചനമെല്ലാം യേശുവിനെ കുറിച്ചും കൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് പിന്നീട് സമയം കിട്ടിയാൽ വിശദമായി ചിന്തിക്കാം. കർത്താവായ യേശു ലോകത്തിൽ വന്നപ്പോൾ നമ്മുടെ അപ്പച്ചനെപ്പോഴും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. കർത്താവായ യേശു ദൈവാലയത്തിൽ ചെന്നപ്പോൾ യേശുവിന് വായിക്കാൻ കൊടുത്ത ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും, ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും, കാഴ്ചയില്ലാത്തവർ ദൈവത്തെ കാണാൻ കഴിയാതെ, സത്യത്തെ കാണാൻ കഴിയാതെ, വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയെ കാണാൻ കഴിയാതെ, തങ്ങൾക്കായി ദൈവം ഒരുക്കുന്ന അതിമഹത്തായ അവകാശത്തെ കാണാൻ കഴിയാതെ കുരുടന്മാരായിരിക്കുന്നവർക്ക് കാഴ്ചയും, പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. യെശയ്യാപ്രവചനം 61-ന്റെ 1-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. യെശയ്യാവ് 61-ന്റെ 1 പെട്ടെന്ന് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, എളിയവരോട് നല്ല വാർത്ത പറയുവാൻ. നിങ്ങൾ എന്താണ് എളിയവരോട് പറയേണ്ട നല്ല വർത്തമാനം? യേശു നിങ്ങൾക്കായി ജീവൻ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടി ഒരു രാജാവ് സിയോനിലുണ്ട്. അതാണ് നിങ്ങൾ എളിയവരോട് പറയേണ്ട സദ്വർത്തമാനം. എളിയവൻ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ജീവിതത്തിൽ യേശുവില്ലാത്തവനാണ്, ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവനാണ്. അവനാണ് ദരിദ്രൻ. അവനോടാണ് ഈ സദ്വർത്തമാനം പറയുന്നത്. വായിച്ചാട്ടെ. യഹോവനെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്തിനു വേണ്ടിയാണ്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കാൻ. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. നോക്കുക, നിങ്ങളുടെ ചുറ്റിലും ഹൃദയം തകർന്ന അനേകരുണ്ട്. കർത്താവ് നിങ്ങളെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? യേശുവിനെ കുറിച്ച് പറഞ്ഞവരുടെ മുറിവുകൾ കെട്ടാൻ. അടുത്തത്, തടവുകാർക്ക് വിടുതലും. പിശാച് തടവറയിൽ വെച്ചിരിക്കുന്ന അനേകരുണ്ട്. അവരെ വിടുവിക്കാനുള്ള താക്കോൽ നിന്റെ കയ്യിലുണ്ട്, അധികാരം നിനക്കുണ്ട്. നീ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അടുത്തത്, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നോക്കുക, കർത്താവിനെ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടിയാ? കർത്താവിനെ നിയമിച്ചിരിക്കുന്നു. ആരായിട്ടാണ്? എൻ്റെ ഇടയനാണ്, എൻ്റെ ഇടയൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്നെ തിരഞ്ഞെടുത്തത് നിനക്ക് വേണ്ടി മാത്രമല്ല. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത് നിനക്ക് വേണ്ടി മാത്രമല്ല. ഇന്നലെ ഇവിടെ ഓർമ്മിപ്പിച്ചല്ലോ, 5 അപ്പവും കൊണ്ടുപോയത്. അത് അവന് വേണ്ടി മാത്രമായിരുന്നില്ല, അത് മറ്റു പലർക്കുമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ജീവിതം, നിന്റെ അല്പമെന്ന് തോന്നുന്ന ആയുഷ്കാലം നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ളവർക്ക് മാത്രമല്ല. എത്രയോ പേർക്ക് ആ 5 അപ്പം 5000-ങ്ങൾ 10000-ങ്ങൾക്ക് പ്രയോജനപ്പെട്ടതുപോലെ നിന്റെ ജീവിതം 1000-ങ്ങൾ 10000-ങ്ങൾ എത്രയോ പേർക്ക് പ്രയോജനപ്പെടുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനാണ് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവ് നിന്നെ അതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ്, ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറേണ്ടതിനായി നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്താം. കർത്താവ് നിന്നെ കാണുമ്പോൾ പറയുകയാണ്, അവനെൻ്റെ ഇടയനാണ്, അവനെൻ്റെ ഹിതമെല്ലാം നിവർത്തിക്കും.
ദാവീദിനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവൻ എൻ്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ്. എ മാൻ ആഫ്റ്റർ മൈൻ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ വരുന്നവനാണ് അവൻ. എൻ്റെ ഹിതമൊക്കെയും ചെയ്യും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം പറയാം, കർത്താവെ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അതിനുള്ളൊരു അഭിഷേകം എനിക്ക് തരണമേ കർത്താവേ. കർത്താവെ അങ്ങയുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉദ്ദേശത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം. കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് അല്ലെങ്കിൽ തൻ്റെ അഭിഷിക്തന്മാർക്ക് ആ അഭിഷേകത്തിൽ ചില അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. 45-ാം സങ്കീർത്തനം 7-ാം വാക്യം. 45-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചാൽ, ആ കൂട്ടുകാരിൽ പരമായി വേണ്ട കൂട്ടുകാരിൽ പരമായി ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം. നിങ്ങളുടെ കൂട്ടുകാർക്ക് സന്തോഷം കിട്ടാൻ അവർ പലതും ചെയ്യും. സിനിമ കാണും, അവർ മൊബൈലിൽ ഗെയിമിന് അഡിക്റ്റുകളായിരിക്കാം, മദ്യപിച്ചേക്കാം, അവർ ലഹരി ഉപയോഗിച്ചേക്കാം, അവർ ആഭരണങ്ങൾ അണിഞ്ഞേക്കാം, അവർ മേക്ക് ഓവർ വരുത്തിയേക്കാം, പല വിധത്തിലുള്ള ചിലപ്പോൾ വില കൂടിയ വാഹനങ്ങളിൽ കറങ്ങി നടന്നേക്കാം, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തേക്കാം. നിങ്ങൾക്കിതൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന് മനസ്സിലാകുമ്പോൾ, കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് ആ അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? നിന്റെ കൂട്ടുകാരിൽ പരമായി, നിന്റെ സ്നേഹിതരിൽ പരമായി, നീ നിന്റെ ചുറ്റിലും കാണുന്നവരിൽ പരമായി ഈ അഭിഷേകത്തിൽ ഒരു ആനന്ദമുണ്ട്. ആനന്ദ തൈലം. നോക്കുക, ലോകത്തിൽ ആർക്കുമില്ലാത്ത സന്തോഷം. എനിക്കറിയാം, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ഭാവിയെക്കുറിച്ച് എന്നോട് വ്യക്തമായി പറഞ്ഞപ്പോൾ എൻ്റെ ആനന്ദം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിൽ പരമാണ്. എല്ലാവരേക്കാളും സന്തോഷമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് നിസ്സംശയം പറയാം. ഞാൻ ഒരിക്കലും എക്സാജറേറ്റ് ചെയ്ത് പറയാറില്ല, അതിശയോക്തിപരമായിട്ട് പറയാറില്ല. എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനും ഞാനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നിട്ടുണ്ട്. ഞാൻ ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 2000 ജനുവരി 31-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി. ദൈവത്തിന് സ്തോത്രം. അന്നുണ്ടായിരുന്ന പാസ്റ്റർ ടി യു തോമസ് അപ്പച്ചനും അന്നുണ്ടായിരുന്ന പാസ്റ്റർ ഡോൺ സ്പേഴ്സ് അപ്പച്ചനും രണ്ടുപേരുടെയും കൈ എൻ്റെ തലയിൽ വെച്ച് എന്നെ അപ്പോയിൻ്റ് ചെയ്ത് വേർതിരിച്ചു. ഫെബ്രുവരി മാസം 13-ാം തീയതി ഞാൻ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. നിങ്ങളങ്ങനെ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും ഭാഗ്യവാനാണ് ഞാൻ, ഏറ്റവും സന്തോഷവാനായിരുന്നു ഞാൻ. ദൈവത്തിന്. അപ്പോൾ ഈ ആനന്ദതൈലം കൊണ്ടൊരു അഭിഷേകം. നിങ്ങൾ ചിന്തിക്കും, പെന്തക്കോസ്തിൽ സന്തോഷമുണ്ടോ? ഈ പെന്തക്കോസ്തിൽ വന്നിട്ട് കൂട്ടുകാർ എന്തെല്ലാം ആസ്വദിക്കുന്നു, എനിക്കില്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മുടെ കുട്ടികളുടെ നിർഭാഗ്യകരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആരാധനയുടെ സന്തോഷം, ഈ അഭിഷേകത്തിൻ്റെ സന്തോഷം, ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള സന്തോഷം, ദൈവവുമായി ചേർന്ന് നടക്കുന്നതിലുള്ള സന്തോഷം ഈ പെന്തിക്കോസ്തിൽ ജനിച്ചിട്ട് പോലും ഇവരെ അനുഭവിക്കാതിരിക്കുമ്പോൾ ഇവരെക്കാൾ നിർഭാഗ്യവാന്മാരാരുണ്ട്? ആകയാൽ ഈ മാർഗത്തിൽ ഒരു സന്തോഷമുണ്ട്, അത് ലോകത്തിന് തരാൻ സാധ്യമല്ല. ആനന്ദതൈലം കൊണ്ടാണ് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നത്. ആനന്ദം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. കരങ്ങൾ ഉയർത്തി നമുക്കൊരു ഹല്ലേലൂയ മുഴക്കാം. ഈ ആനന്ദം നിന്റെ മേലുണ്ടായിരിക്കണം എപ്പോഴും. മരണം വരെ ഈ ആനന്ദത്തെ സൂക്ഷിക്കാൻ കഴിയണം. ആനന്ദതൈലം കൊണ്ട്. അടുത്തതായിട്ട് ഈ തൈലം എന്ന് പറയുന്നത് ഒരു പരിമള തൈലമാണ്. പുറപ്പാട് പുസ്തകം 35:28 പരിമള തൈലം. ഇനി 7-ന്റെ 1-ാം വാക്യം, ഇതൊരു സുഗന്ധ തൈലം എന്ന് കാണാം. എന്താണ് ഈ സുഗന്ധ തൈലം? നല്ല പേർ സുഗന്ധ തൈലം എന്നാണ്. നോക്കുക, ലോകം നമുക്ക് പല പേര് വിളിക്കും. അതിലൊരാളാണ് കേട്ടോ യാക്കോബ്. യാക്കോബിൻ്റെ പേര് ദൈവത്തിൻ്റെ മനസ്സിൽ യാക്കോബ് എന്നായിരുന്നില്ല, അത് ഇസ്രായേൽ എന്നായിരുന്നു. പക്ഷേ ഒരു സ്ത്രീ ചാടിക്കേറി അവന് യാക്കോബ് എന്നങ്ങ് പേരിട്ട് കളഞ്ഞു. ഇതുപോലെ ലോകം നമുക്ക് പല പേര് വിളിക്കും. ലോകം നമ്മളെ പല പേരിൽ വിളിക്കും. അവർക്ക് തോന്നുന്ന പേരൊക്കെ നമ്മളെ വിളിക്കും. പ്രത്യേകിച്ച് ഇന്ന് നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം, ഓരോ നേതാവിനും ഓരോ ഇരട്ടപ്പേരാണ് ആളുകൾ വിളിക്കുന്നത്. ലോകം നമ്മളെ പല പേരിൽ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പല ദുഷ്പേരുകളുണ്ടായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന യുവതികൾ, നിങ്ങളുടെ കഴിഞ്ഞകാല ചെയ്തികൾ നിമിത്തം ഒരുപക്ഷെ നിങ്ങളുടെ പേര് ചീത്തയായിരുന്നിരിക്കാം. നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞേക്കാം, അത് പറഞ്ഞാൽ കേൾക്കാത്തതാണ്, അനുസരണം കേട്ടത്, ഇങ്ങനെ പല പേര്. എന്നാൽ ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ ആനന്ദതൈലം മാത്രമല്ല, അത് നിങ്ങളുടെ പേരിനെ സുഗന്ധഭരിതമാക്കി തീർക്കുന്ന ഒരു അഭിഷേകമാണ്.
നല്ല പേർ സുഗന്ധതൈലത്തെക്കാൾ ഉത്തമമാണ്. അഭിഷേകത്തിന് ഇടം കൊടുത്ത് ജീവിച്ചു നോക്ക്. ആത്മാവിനെ അനുസരിച്ച് നോക്ക്. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കൂ. നിങ്ങളുടെ ദുഷ്പേര് മാറും. കർത്താവ് നിങ്ങൾക്കൊരു നല്ല പേര് നൽകും. നിങ്ങൾക്ക് ദൈവം സൽകീർത്തി നൽകും. നിങ്ങളെ കർത്താവ് മാനിക്കും. ദൈവം നിങ്ങളെ ഒരു പ്രശംസാ വിഷയമാകും. ആഗ്രഹിക്കുന്നവർ മാത്രം കരമുയർത്തി. വീട്ടിൽ, നാട്ടിൽ, സഭയിൽ എനിക്ക് ചീത്തപ്പേരാണോ? ഇല്ല, എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം എനിക്കൊരു നല്ല പേര് തരും. യാക്കോബിനെ ഇസ്രായേൽ എന്ന പേര് വിളിച്ച കർത്താവാണ്. നിനക്കൊരു നല്ല പേര് തരും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. കരമുയർത്തിയേ, താഴ്ത്തി ഇടിയിക്കണ്ട, പൊക്കി പിടിക്കുക. കർത്താവ് എനിക്കൊരു നല്ല പേര് വേണം. എന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ എനിക്ക് മാനം നൽകണമേ കർത്താവേ. എന്നെ കൊള്ളരുതാത്തവനെന്ന് തള്ളപ്പെട്ടവരുടെ മുമ്പിൽ എന്നെ കൊള്ളാകുന്നവനാക്കി മാറ്റണമേ. അതാണ് ഈ അഭിഷേകം. അഭിഷേകം വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് 10:38. നന്മ ചെയ്യാനുള്ള ശക്തിയുണ്ട് ഈ അഭിഷേകത്തിൽ. നന്മ ചെയ്യാൻ പൗലോസ് ഒരിക്കൽ നിലവിളിച്ചു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. തിന്മ ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനും സാധിക്കുന്നില്ല. നന്മ ചെയ്യാൻ ശക്തിയില്ല, തിന്മ ചെയ്തു പോകുന്നു, എന്നെ ആർ വിടുവിക്കും? അപ്പോസ്തലപ്രവൃത്തി 10:38. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. മതി, വേണ്ട, വായിക്കേണ്ട, പിള്ളേരെടുത്ത് വായിച്ചോൾ. പ്രിയ യുവാവേ, യുവതിയെ, നിനക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് ഈ അഭിഷേകം. ഈ അഭിഷേകത്തിൽ നല്ലത് ചെയ്യാനുള്ള കൃപ നിനക്കുണ്ട്. തെറ്റ് ചെയ്തു പോകുന്നു, തിന്മ ചെയ്തു പോകുന്നു, ചെയ്തു കഴിയുമ്പോൾ വേണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നു, കുറ്റബോധം വരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു, എന്നെ ആർ വിടുവിക്കും? പൗലോസ് അല്ലെ ശൗലായിരുന്ന കാലത്ത് അവൻ നിലവിളിച്ചു, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, ഐ എം എ റെച്ചഡ് മാൻ, ഞാൻ നിർഭാഗ്യവാനാണ്, എന്നെ ആർ വിടുവിക്കും? ഇതാ നിങ്ങൾക്കൊരു നല്ല വർത്തമാനം. ദൈവം തരുന്ന അഭിഷേക തൈലം നിങ്ങളുടെ ശിരസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. നന്മ മാത്രമേ ചെയ്യാൻ കഴിയൂ. നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും ഒരു നന്മയായി മാറും. നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെല്ലാം നിങ്ങളുടെ നന്മ കാണും. ലോകത്തിലുള്ള തിന്മകളെ നന്മയാൽ ജയിക്കാനുള്ള ശക്തി കർത്താവ് തരും. നന്മ ചെയ്യാൻ ബലം വേണ്ടവർ കരമുയർത്തിയാട്ടെ. ഒന്ന് കൈതാഴ്ത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കഴിവില്ല എന്ന് പറയുന്നവർ ഒന്ന് കരമുയർത്തിയാട്ടെ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളാരെയും നോക്കരുത്. കർത്താവെ, പലപ്പോഴും ഞാൻ ഇച്ഛിക്കാത്ത, ആഗ്രഹിക്കാത്ത തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നു, എനിക്ക് നല്ലത് ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, എന്നാൽ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് കുറ്റബോധമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. ഒരഭിഷേകം നമുക്കുണ്ട്. ഒരഭിഷേകം ആനന്ദ തൈലം മാത്രമല്ല, അതൊരു നല്ല പേർ തരുന്നൊരു, അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ ശക്തി തരുന്നൊരു അഭിഷേകമാണ്. കരമുയർത്താം. കർത്താവെ, ആ ശക്തി എനിക്ക് നൽകണമേ. കർത്താവെ, നന്മ ചെയ്യാനുള്ള ശക്തി നൽകണമേ. നല്ലത് ചെയ്യാനുള്ള ശക്തി നൽകണമേ. ദൈവത്തോടൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങൾ കാത്തിരിക്കുക. നന്മ ചെയ്യാനുള്ള ശക്തിക്കായി. ആമേൻ. ഇനിയും നിങ്ങൾക്ക് ദൈവം ശക്തി തരും. ഇനി അടുത്തതായിട്ട് ഈ തൈലം, ഈ അഭിഷേക തൈലം, ഇതൊരു വിശുദ്ധ തൈലമാണ്. 89-ാം സങ്കീർത്തനം 20-ാം വാക്യം. വിശുദ്ധ തൈലമാണ്. ഈ തൈലം നിന്റെ മേൽ വരുമ്പോൾ നീ ഒരു വിശുദ്ധനായി മാറും. കർത്താവ് വിശുദ്ധന്മാർക്ക്, പൂർണ്ണ വിശുദ്ധിയുള്ളവർക്കല്ല ഈ അഭിഷേകം നൽകുന്നത്. പൂർണ്ണ വിശുദ്ധിയെ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ അഭിഷേകം കൊടുക്കുന്നത്. കണ്ണുകളെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നടുക്കിരിക്കുന്ന കൊച്ചുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കരുത്, ശ്രദ്ധിക്കണം. കർത്താവ് ഒരു വിശുദ്ധ തൈലം തരുന്നു. കർത്താവ് താൻ തിരഞ്ഞെടുത്തവർക്ക് തൻ്റെ വിശുദ്ധിയെ നൽകും. വിശുദ്ധി ആഗ്രഹിക്കുന്നവരുണ്ടോ? ഞാനൊരു വിശുദ്ധനല്ല, എന്നാൽ എനിക്ക് വിശുദ്ധനാകണം എന്ന് ചിന്തിക്കുന്നവർ മാത്രം കരമുയർത്തിയേ. ഞാനൊരു വിശുദ്ധനൊന്നുമല്ല, എനിക്ക് പക്ഷെ വിശുദ്ധനാകണം എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി. ആഗ്രഹിക്കുന്നതിന് ആർക്കും തടസ്സമില്ല. ആഗ്രഹിക്കുന്നവരുണ്ടോ? ഈ അഭിഷേകം നിന്നെ വിശുദ്ധനാക്കി മാറ്റും. ഈ അഭിഷേകം നിന്നെ വിശുദ്ധനാക്കി തീർത്തിരിക്കും, ഒരു സംശയവുമില്ല. ഇത് വിശുദ്ധീകരിക്കുന്ന അഭിഷേകമാണ്. ഇത് വിശുദ്ധിയുടെ അഭിഷേകമാണ്. ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയാട്ടെ. കർത്താവേ, എനിക്കൊരു വിശുദ്ധിയുടെ അഭിഷേകം നൽകണമേ. യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. അതെന്നെ വിശുദ്ധിയിലേക്ക് നടത്തുന്ന അഭിഷേകമാണ്. ഇതാ കോരേശ്, എൻ്റെ ഇടയൻ യഹോവ തൻ്റെ അഭിഷിക്തനോട് അരുളി ചെയ്യുന്നു, നിങ്ങളെ കർത്താവ് വിശുദ്ധ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ഞാനിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, എത്ര സന്തോഷമായിരുന്നു. നമ്മുടെ ബ്രദർ ബബി നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ച ഓരോ വാക്കുകൾ എത്ര ശക്തിയോടുകൂടിയായിരുന്നു. എത്ര താൻ നിലവിളിച്ചപ്പോൾ ഞാൻ ഇന്നലെയും ഓർത്തു,
ആ കുരുടൻ യേശുവിനോട് നിലവിളിച്ചപ്പോൾ അറിയാം, ഇനി യേശു തിരിച്ചു വന്ന് അവന് കാഴ്ച കൊടുക്കത്തില്ല. ഇപ്പോൾ കിട്ടിയാൽ കിട്ടി. യേശാവ് പിന്നത്തേതിൽ കണ്ണുനീരോട് അപേക്ഷിച്ചെങ്കിലും കിട്ടിയില്ലല്ലോ. ഇത് നല്ലൊരവസരമാണ്. ആ വിശുദ്ധിയുടെ അഭിഷേകം ഇന്ന് യൗവനക്കാർക്ക് നൽകേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ഇനി ഒരുപാടുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. 1 ദിനവൃത്താന്തം 16:22. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നാൽ എന്താണെന്നറിയാമോ? അതൊരു മുന്നറിയിപ്പാണ്, ഒരു കൊടി. സാധാരണ ഒരു സൈന്യം ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ അവിടെ ഒരു കൊടി നാട്ടും. എന്താണെന്നറിയാമോ? ഇത് ഞങ്ങളുടെ അധികാരപരിധിയാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അല്ലെങ്കിൽ വിൽ ബി പണിഷ്ഡ്. നിങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ ഒരു കൊടി ഉയർത്തിയിട്ട് പറയും, ഇവനെ തൊടാൻ ലോകത്തിന് അവകാശമില്ല. നിങ്ങൾക്ക് ലോകത്തെ തൊടാൻ കഴിയും കേട്ടോ, ലോകത്തിന് നിങ്ങളെ തൊടാൻ സാധ്യമല്ല. നിങ്ങൾക്ക് സാത്താനെ തൊടാൻ കഴിയും. സാത്താന് നിങ്ങളെ തൊടാൻ ദൈവം അനുവാദം കൊടുക്കൽ. നിങ്ങൾ പോയി തൊടുന്നതാണ്. പാപം നിങ്ങളെ തൊടുന്നതല്ല, നിങ്ങൾ പോയി പാപത്തെ തൊടുന്നതാണ്. ലോകം നിങ്ങളെ തൊടുന്നതല്ല, നിങ്ങളാണ് പോയി തൊടുന്നത്. നിങ്ങളെ നശിപ്പിക്കാൻ ഈ ലോകത്തിൽ കഴിയാവുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ, സാത്താനല്ല, ദൈവവുമല്ല. നിങ്ങളെ നശിപ്പിക്കാൻ കഴിയാവുന്ന ഒരൊറ്റ ഒരാളെ ലോകത്തിലുള്ളൂ, അത് നിങ്ങൾ മാത്രമാണ്. എന്നാൽ ആനന്ദതൈലം കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യുമ്പോൾ കർത്താവ് ലോകത്തോട് പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. അതാണ് ദൈവം പറയും, തൊടരുത്. നിങ്ങൾ തൊട്ടാൽ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നിങ്ങൾക്ക് ചുറ്റിലൊരു വേലി വയ്ക്കും. നിങ്ങൾ പൊളിച്ചാൽ എന്ത് ചെയ്യും? കർത്താവ് പറയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാവിനെയും യുവതിയെയും കുറിച്ച് കർത്താവ് പറയാണ്, അവൻ എൻ്റെ അഭിഷിക്തനാണ്, അവനെ തൊടാൻ അവകാശമില്ല. ഒരിക്കൽ സാത്താൻ ചെന്ന് ഇയ്യോബിനെ കുറിച്ച് ചോദിച്ചു, വെറുതെ ആണോ വേലി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അവസാനം പറഞ്ഞു, അവൻ്റെ ജീവനിൽ മാത്രം തൊടാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ കർത്താവ് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഇന്ന് മുതൽ ലോകത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അലാം, ഒരു മുന്നറിയിപ്പിൻ്റെ ശബ്ദമുണ്ട്, എൻ്റെ അഭിഷിക്തനെ തൊടരുത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കരമുയർത്തി പറയുക, കർത്താവിൻ്റെ മുദ്രയാണ് എൻ്റെ മേലുള്ളത്. ആ മുദ്ര കാണുമ്പോൾ എന്താണ് അർത്ഥമെന്ന് അറിയാമോ? ഇത് ദ ലോർഡ്സ് പ്രോപ്പർട്ടി, കർത്താവിൻ്റെ സ്വത്താണിത്. നിങ്ങൾ ലോകത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ മേലൊരു മുദ്രയുണ്ട്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണത്. ട്രെസ്പാസേഴ്സ് വിൽ ബി പണിഷ്ഡ് സിവിയർലി, കഠിനമായി ശിക്ഷിക്കപ്പെടും. നിങ്ങളെ ആരും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ പോയി തൊട്ടാൽ കർത്താവ് എന്ത് ചെയ്യും? കർത്താവെ, പാപത്തെ തൊടാതിരിക്കാൻ എനിക്ക് കൃപ നൽകണമെന്ന് ചോദിക്കാമോ? നിങ്ങൾ പോയി തൊടരുത് കേട്ടോ, നിങ്ങളെ തൊടാൻ. അതുകൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തവരെ സൂക്ഷിക്കും. കർത്താവ് തിരഞ്ഞെടുത്തവരെ സൂക്ഷിക്കും. 92 സങ്കീർത്തനം 10 വാക്യം, 1 ശമൂവേൽ 2:1. കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് നിങ്ങളുടെ കൊമ്പുകളെ ഉയർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം കർത്താവ് നിങ്ങൾക്ക് ജയം നൽകും. ഞാൻ എൻ്റെ വാക്കുകളെ ആ ഭാഗത്തുനിന്ന് വിടുകയാണ്. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് ഒരു ജയത്തിൻ്റെ അഭിഷേകമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ യൗവനക്കാർക്കും പരാജയത്തിൻ്റെ കഥകൾ പറയാനുണ്ട്. എന്നാൽ നിന്റെ അന്ത്യം ജയമായിരിക്കും. നമുക്ക് ഒരു പാട്ടുണ്ട്, ആനന്ദ കണ്ണീർ പൊഴിയും ദേശമതിൽ. അതിലിങ്ങനെ ഒരു വരിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വരി. ആദിയിടൈക്കടൈ തോൽവി പോൽ തോണ്ടിയിലും, നിങ്ങൾ പാടിക്ക, ആദി ഇടൈ കടൈ തോൽവി പോൽ തോണ്ടിലും എന്ന് പറഞ്ഞാൽ തുടക്കമോ ഇടയിലോ അവസാനമോ പരാജയം പോലെ തോന്നിയാലും പാഠ്യരമായ അൻപർ താങ്കി നടത്തുക. തുടക്കത്തിലോ നടുക്കോ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു പരാജയം പോലെ തോന്നിയാലും നിന്റെ ജീവിതം ഒരു പരാജയമായി തീരുകയില്ല, ജയമായി കലാശിക്കും. വിശ്വസിക്കുന്നവർ 2 കരം ഉയർത്തിയാട്ടെ. നീ തോൽവിയുള്ളവനായിരിക്കാം, തോറ്റവനായി തീരാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ എത്രയോ തോൽവികൾ വന്നിട്ടുണ്ട്. പുറകോട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. മുമ്പോട്ട് നോക്കി ജയാളിയായ യേശുവിനെയാണ് ഞാൻ നോക്കുന്നത്. അവനെൻ്റെ കൊമ്പ് ഉയർത്തും, അവനെനിക്ക് ജയം തരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ജയം തരും. പൗലോസ് പറയാണ്, നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഭാവിയിലേക്ക് നോക്കി വിശ്വാസത്തോടെ പറയാമോ? എല്ലാ യൗവനക്കാരും നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം പറഞ്ഞേ, ഏറ്റു പറഞ്ഞാട്ടെ,
നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, കർത്താവ് നമുക്ക് ജയം തരും. ഇനി ഞാൻ സമയം വളരെ പോയിരിക്കുന്നു. കർത്താവ് പറയാണ്, എൻ്റെ അഭിഷിക്തൻ ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്താണ് ഈ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 73-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ പൊട്ടനും മൃഗവും ഒന്നും അറിയാത്തവനായിരുന്നു, എന്നിട്ടും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പൊട്ടനാണ്. പൊട്ടനെന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത പൊട്ടനല്ല, ബുദ്ധിയില്ലാത്ത പൊട്ടനാണ്. മൃഗം പോലെയാണ്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ചില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നു, നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ പെട്ടെന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞു വിടുകയാണ്. ഞാൻ പൊട്ടനും മൃഗവും ഒന്നും അറിയാത്തവനാണ്, പക്ഷെ കർത്താവിനെ വിടത്തില്ല. ലോകം ഭോഷന്മാരെ തള്ളിക്കളയും, ലോകം പൊട്ടന്മാരെ തള്ളിക്കളയും, കർത്താവ് പൊട്ടന്മാരെ തള്ളിക്കളകയില്ല. ഞാനൊരിക്കൽ സാക്ഷി പറഞ്ഞു, പാസ്റ്റർ ബെഞ്ചമിൻ പ്രസംഗിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇമ്മാനുവൽ ഇന്ന് സാക്ഷി പറയണം. അദ്ദേഹം സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാർ എന്നെ വിളിക്കുന്നത് എനിക്കൊരു ഇരട്ടപ്പേരുണ്ട്, ഇവിടെ പറയത്തില്ല, നിങ്ങളൊക്കെ പിന്നെ വിളിക്കും. അതൊരു പറയും, എൻ്റെ വീട്ടുകാരൊക്കെ ചോദിക്കും, നീ എങ്ങനെയാടാ ലോകത്ത് ജീവിക്കാൻ പോകുന്നത്, നിന്നെ എന്തോത്തിന് കൊള്ളാമെന്ന് ചോദിക്കും. ഞാനിത് സാക്ഷിയിൽ പറഞ്ഞു, ഞാൻ വെറും പൊട്ടനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇമ്മാനുവൽ ഒരു പൊട്ടനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കണക്ക് പരീക്ഷയിൽ 0 മാർക്ക് കിട്ടിയപ്പോൾ അധ്യാപകൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ചപ്പോൾ പുസ്തകമെടുത്ത് അധ്യാപകൻ്റെ തലക്കടിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യനാ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്നിട്ടും ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു. എനിക്ക് ബുദ്ധിയില്ല, ശക്തിയില്ല, അറിവില്ല. എനിക്കറിയാം, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ എനിക്കതിന് വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. ഞാൻ പൊട്ടനാണെന്നുള്ള രഹസ്യം എനിക്ക് മാത്രമേ അറിയാവൂ. എന്നിട്ടും ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. അതാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, എത്ര ഭാഷ അറിയാമെന്ന്. എനിക്ക് ആകെക്കൂടെ മലയാളമേ നേരെ ചൊവ്വേ അറിയാവൂ. ദൈവത്തിന് ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനാണ്, എങ്കിലും നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. വിശ്വാസം, നിങ്ങളെ കർത്താവ് തന്ന അഭിഷേകം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ കൈക്ക് പിടിച്ചിരിക്കും. നിങ്ങളെ ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് പിടിച്ചിരിക്കും. 41:13-14 കർത്താവ് നിന്നെ വീക്ഷിക്കത്തില്ല. നീ പൊട്ടനാണെന്ന് പറഞ്ഞാലും നീ ഒരു പുഴുവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ ഒരു പുഴുവായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ വെറും നികൃഷ്ടനായിരിക്കാം, പക്ഷെ കർത്താവ് നിന്നെ വെറുക്കത്തില്ല. എനിക്കറിയാം, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ എന്നിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ചിലതൊക്കെ, പക്ഷെ കർത്താവ് വെറുത്തിട്ടില്ല. 41:13-14 ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. നീ ഒരു പുഴുവായിരിക്കാം കേട്ടോ, പക്ഷെ കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ സഹായിക്കും. ഇനി നമ്മുടെ മോശെ പാവം താൻ ഇത്രയും വലിയ ജനവുമായിട്ട് ചെല്ലുമ്പോൾ തൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നല്ലോ. എന്താണ് കാരണം? യെശയ്യാപ്രവചനം 63:12 വാക്യം അവിടെയുണ്ട്, ദൈവമേ നിന്റെ മഹത്വമുള്ള ഭുജം. വായിച്ച ആ വാക്യം മാത്രം. യെശയ്യാവ് 63:12 തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. നോക്കുക, മോശ പോയിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു. മോശ പാറയടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. മോശയുടെ അടിയുടെ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വമുള്ള കരത്തിൻ്റെ ബലം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. മോശ വടിനീട്ടിയപ്പോഴെല്ലാം അത്ഭുതങ്ങൾ നടന്നു. ദൈവത്തിൻ്റെ കരവും നിന്റെ കരവും, ദൈവത്തിൻ്റെ ബലമുള്ള കരവും നിന്റെ ദുർബല കരവും, ഇത് രണ്ടും ചേർന്നാൽ ജീവിതത്തിൽ അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തി. ദൈവത്തിൻ്റെ മഹത്വമുള്ള ഒരു ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെന്നപ്പോൾ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. എല്ലായിടത്തും ജയമാണ്. നീ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കും. ഞാൻ എവിടെ പോയാലും, ശുശ്രൂഷയ്ക്ക് പോയാൽ ഒരുപാടൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഒരുപാട് കർത്താവ് എൻ്റെ കൂടെ നീയും വരണം. എന്തെങ്കിലും നന്നായി ചെയ്തെന്ന് തോന്നിയാൽ ഞാൻ പറയും, കർത്താവെ കൺഗ്രാജുലേഷൻ, നന്നായി ചെയ്തെന്ന് പറയും. കർത്താവിനൊരു അഭിനന്ദനമൊക്കെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പറഞ്ഞു വന്നത്, കർത്താവ് നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. നീ അഭിഷിക്തനാണ്. തിരഞ്ഞെടുത്തവരെ വെറുതെ വിടുകയില്ല. കൈ കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരൊന്ന് കരം ഉയർത്തിയേ. ഞാനൊരു പൊട്ടനും ഒന്നും അറിയാത്തവനാണെങ്കിൽ എന്നെ അവൻ ഉപേക്ഷിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാനൊരു പുഴുവാണ്,
പക്ഷെ എന്നെ അവൻ വെറുത്തിട്ടില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൂടെ. ഇനി എത്രയോ വാക്യങ്ങളുണ്ട്. നാശത്തിൽ നിന്ന് ലോത്തിൻ്റെ കൈക്ക് പിടിച്ച് അവനെ നശിക്കാൻ പോകുന്ന പട്ടണത്തിൽ നിന്ന് കർത്താവ് കൊണ്ടുപോയി. അതേ, കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചെങ്കിൽ നാശത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. ഞാൻ അടുത്ത വിഷയം പറയുകയാണ്. യെശയ്യാ 45:2. കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെല്ലുന്നു. അവിടെ ഞാൻ നിനക്ക് മുൻപായി ചെല്ലും. കർത്താവ് നമുക്ക് മുമ്പായി ചെല്ലുകയാണ്. കർത്താവ് നമ്മുടെ മുമ്പായി ചെന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഹോശിയ 11:10 ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ വളരെ കട്ട് ഷോർട്ടായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഹോശിയ 11:10 ഇങ്ങനെയുണ്ട്: സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ. ഒരു പ്രയോഗമുണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. സിംഹങ്ങൾ, ഒരു കുഞ്ഞാട് നയിക്കുന്ന സൈന്യത്തിൽ മുഴുവനും സിംഹങ്ങളാണ്. നയിക്കുന്നത് ഒരു ആടാണ്. മറുഭാഗത്ത് ആടുകളെ കൊണ്ടുള്ള ഒരു സൈന്യം നയിക്കുന്നത് ഒരു സിംഹമാണ്. ഏത് സൈന്യം ജയിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു സൈന്യം മുഴുവൻ സിംഹമാണ്, നയിക്കുന്നത് ഒരാടാണ്. ഒരു സൈന്യം മുഴുവൻ ആടാണ്, നയിക്കുന്നത് ഒരു സിംഹമാണ്. ഏത് സൈന്യം ജയിക്കും? ആട് നയിക്കുന്ന സൈന്യം ജയിക്കുമെന്നുള്ളവരൊന്ന് കൈയുയർത്തിയേ. ആ സൈന്യത്തിൽ മൊത്തം സിംഹങ്ങളാണ്, അവർ ജയിക്കുമെന്നുള്ളവർ കൈയുയർത്തിയേ. ശരി. ഒരു സൈന്യം മുഴുവൻ ആടുകളാണ്, നയിക്കുന്നത് സിംഹമാണ്, അവർ ജയിക്കുമെന്നുള്ളവർ മാത്രം കരം ഉയർത്തിയേ. ആര് ജയിക്കും? നയിക്കുന്നവൻ ബലശാലിയാണെങ്കിൽ ആ സൈന്യം ജയിക്കും. നമ്മളെല്ലാ ആടുകളാണ്. വിശ്വസിക്കുന്നവരൊന്ന് കരം ഉയർത്തിയേ. സന്തോഷമുള്ളവരെന്ന് കരം ഉയർത്തിയേ. നമ്മളെല്ലാം ബലഹീനരാണ്. എന്നാൽ തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പോകുന്നുണ്ട്. ബലവാൻ നമ്മുടെ മുമ്പാകെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആടിൻ്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതിക്കൊണ്ടാണ് പോയതെങ്കിലും അവരുടെ മുമ്പിൽ പോയതായ നിയമപ്പെട്ടകം ആ എരിഹോ കോട്ടയെ തകർത്ത് കളഞ്ഞതുപോലെ നീ ഒരു ദുർബലനാണെങ്കിലും ബലവാൻ നിന്റെ മുമ്പിൽ പോകുന്നുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആടുകളുടെ സൈന്യമാണ്. ബൈബിളിൽ ഇങ്ങനെയുണ്ട്, ഒരു സൈന്യം യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ആടിൻ്റെ 2 കൂട്ടം പോലെ കാണപ്പെട്ടെന്നാണ്, വെറും ദുർബലന്മാരെന്ന നിലയിൽ. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ നീയല്ലാതെ ആരുമില്ല, അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മളോടുകൂടെ കർത്താവുണ്ട്, നിന്നോടുകൂടെ കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരം ഉയർത്തിയാട്ടെ. എപ്പോഴെപ്പോഴും ഇത് പറയണം. ഞാനൊരു ദുർബല സേനയാണെങ്കിലും സേനാനായകൻ എൻ്റെ മുമ്പേ പോകുന്നുണ്ട്, ജയമെടുത്തവൻ പോകുന്നുണ്ട്. പിശാച് കാണുമ്പോൾ നിന്നെയല്ല കാണുന്നത്, നിന്റെ മുമ്പിലുള്ള യേശുവിനെയാണ്. പിശാച് കാണുന്ന യേശു ആരാണ്? കാൽവറിയിൽ പിശാചിൻ്റെ തലയെ തകർത്ത യേശുവിനെയാണ് അവൻ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാനിപ്പോൾ പ്രസംഗം തീർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പാകെ പോകുന്നുണ്ട്. കർത്താവ് നമ്മുടെ മുമ്പേ പോകുന്നു. എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് എൻ്റെ മുമ്പായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവൻ മാത്രം ഒന്ന് കരം ഉയർത്തി. കർത്താവ് തിരഞ്ഞെടുത്തവരെ വെറുതെ വിടത്തില്ല. കർത്താവ് നിനക്ക് മുമ്പേ പോകുന്നുണ്ട്. അവൻ നിനക്ക് മുമ്പായി ചെല്ലുമ്പോൾ യോർദാൻ 2 പിരിയും. അവൻ നിനക്ക് മുമ്പായി ചെല്ലുമ്പോൾ പ്രതിബന്ധ കോട്ടകൾ തകരും. കർത്താവ് നിനക്ക് മുമ്പായി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പോയിട്ടുണ്ട്. കർത്താവ് നിനക്ക് മുമ്പായി സിയോനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മുമ്പായി യേശു പോകുന്നെന്ന് പറയുമ്പോൾ ഞാനെന്ത് പറയണം? കർത്താവേ, ഞാനും നിൻ്റെ പുറകെ വരാം. ഒരിക്കൽ ഒരു കൂട്ടർ ചെന്ന് ചോദിച്ചു, യേശുവേ, നീ എവിടെയാണ് താമസിക്കുന്നത്? യേശു പറഞ്ഞു, ഇന്ന സ്ട്രീറ്റിൽ, ഇത്രാം നമ്പർ വീട്, ഇന്ന പഞ്ചായത്ത്, ഇന്ന വാർഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോ. യേശു എന്താ പറഞ്ഞത്? ഗുരു, നീ എവിടെ പാർക്കുന്നു? ഞാൻ പാർക്കുന്നത് കൊല്ലം ജില്ലയിൽ നെടുമ്പന പഞ്ചായത്തിൽ നല്ലില എന്ന ഗ്രാമത്തിൽ പെന്തക്കോസ്ത് മിഷൻ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നല്ലേ യേശു പറഞ്ഞത്. യേശു എന്ത് പറഞ്ഞു? വന്ന് കാണാൻ പറഞ്ഞു. എൻ്റെ കൂടെ വന്നാൽ കാണാം. യേശുവിൻ്റെ പിന്നാലെ പോകാം. മുമ്പേ യേശു, അതാണ് സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. യേശു നിന്റെ മുൻപാകെ ഗർജിക്കുന്ന സിംഹമായി നടക്കുമ്പോൾ നമ്മൾ നടക്കും. പേടിക്കാനൊന്നുമില്ല. നിന്റെ ഓരോ ചുവടുവയ്പ്പുകളും പാപത്തെ കണ്ടും ലോകത്തെ കണ്ടും ജഡത്തെ കണ്ടും പതറാത്ത ചുവടുവയ്പ്പുകളാകണം. മുൻപിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്തതായിട്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരും. യെശയ്യാ 45:3 ഞാൻ ഈ വായിച്ചു വരുന്നത് കേട്ടോ. തിരഞ്ഞെടുക്കപ്പെട്ടവന് വേണ്ടി ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് സോൾസ് ആൻഡ് പ്രഷ്യസ് ട്രൂത്ത്.
വിലപ്പെട്ട ആത്മാക്കളെ തരും, വിലപ്പെട്ട സത്യങ്ങളെ തരും. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി വിലപ്പെട്ട നിക്ഷേപങ്ങൾ വെച്ചിട്ടുണ്ട്. ആരും കാണാത്ത അനുഗ്രഹങ്ങൾ നിനക്ക് വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അതാണ് ഇരുട്ടിലെ മറവിടത്തിലുള്ളത്. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷേകത്തെ കാത്തു സൂക്ഷിച്ചാൽ ആരും കാണാത്തത് നീ കാണും, ആരും തൊടാത്തത് നീ തൊടും, ആരും അനുഭവിക്കാത്തത് നീ അനുഭവിക്കും. ഇനി അടുത്തത് യെശയ്യാപ്രവചനം 45 ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓമന പേർ ചൊല്ലി. ഓമന പേർ ചൊല്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവരും ശ്രദ്ധിക്കുക. ഓമന പേരെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത്. യിരെമ്യാപ്രവചനം 31:20 എഫ്രയീം എൻ്റെ വാത്സല്യപുത്രനോ, അവൻ എൻ്റെ ഓമനക്കുട്ടിയോ. അവന് വിരോധമായി സംസാരിക്കുമ്പോൾ കർത്താവിന് നീ ഒരു ഓമനക്കുട്ടിയാണ്. ഉത്തമഗീതം 6:9 അവൾ തൻ്റെ അമ്മയ്ക്ക് ഓമനപുത്രിയായിരുന്നു. ഓമനയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് ഓമനകളാണ് കേട്ടോ. ഓമന എന്ന് പറഞ്ഞാൽ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട്. അത് വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി. നീ കർത്താവിന് കുട്ടിയല്ല, ഓമനക്കുട്ടിയാണ്. കർത്താവിന് പുത്രനല്ല, ഓമനപുത്രനാണ്. പൗലോസ് എങ്ങനെ പറഞ്ഞു? 1 തെസ്സലോനിക്കർ 2:8 നിങ്ങളെ ഓമനിച്ചുകൊണ്ട് പ്രാണൻ കൂടെ തരാൻ ഒരുക്കമാണ്. നിങ്ങൾ കർത്താവിന് ഓമനകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും അവൻ ചെയ്യും. ഓമന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. നിങ്ങൾ കർത്താവിന് ഓമനക്കുട്ടികളാണ്. എന്താണ് ഈ ഓമനക്കുട്ടി എന്ന് പറഞ്ഞാൽ? ഓമനപുത്രൻ. കർത്താവിന് വിലപ്പെട്ടതാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നോക്ക്, അതാണ് ഓമനക്കുഞ്ഞ്. എനിക്കറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ 6 മക്കളിൽ അവസാനത്തെയാണ്. അപ്പൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും ചേട്ടന്മാരുടെയും എല്ലാം ഓമനയായിരുന്നു ഞാൻ. അതിൻ്റെ ആ പ്രിവിലേജ് എത്ര സന്തോഷമാണെന്നറിയാമോ? എൻ്റെ ബർത്ത്ഡേ മാത്രം വീട്ടിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എന്നെ വീട്ടിൽ ആരും അത്രത്തോളം പഠിച്ചിട്ടില്ല. അവരെല്ലാം പാടുപെട്ട് എന്നെ മാത്രം പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഓമനകളാണ്. ഈ ഓമന എന്ന് പറഞ്ഞാൽ ഇത്രേ സ്നേഹം വേറെ ആരോടുമില്ല. നിങ്ങൾ ആ സ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ അയ്യോ കഷ്ടമാണ്. നിങ്ങൾ ആ സ്നേഹം അനുഭവിക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അലയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ എൻ്റെ കർത്താവിന് ഓമനയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ, ജനിച്ചത് മുതൽ ഇന്ന് വരെ എവിടേത് മേഖലയിലായാലും കർത്താവിൻ്റെ ഓമനപുത്രനാണുള്ളൊരു പ്രിവിലേജ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. എത്രയോ പേർക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ യോഗ്യതയില്ലാത്ത എനിക്ക് തരുന്നുണ്ട്. ഓമനപ്പേർ ചൊല്ലി. ഇപ്പോൾ ഇവന് കൊടുത്ത ഓമനപ്പേരെന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ എൻ്റെ ഓമനപ്പേര് പറഞ്ഞല്ലോ. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ നിന്ന് കരമുയർത്തി. എൻ്റെ ഓമനപ്പേര് പറഞ്ഞത് എന്താണ്? ഒന്ന് വിളിച്ചേ. എന്തായിരുന്നു? വീരൻ. അത് അപ്പച്ചന്, എൻ്റെ അപ്പനൊരു എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് ഇട്ടതാണെന്ന്. വീരൻ എന്ന്, വീരചന്ദ്രൻ എന്നൊരു സെക്യുലർ നെയിം. എൻ്റെ അപ്പൻ ക്രിസ്ത്യൻ നെയിം ഇടും, ഒരു സെക്യുലർ നെയിം ഇടും. എന്ന് പറഞ്ഞാൽ ജാതി ഏതാണ് മതം ഏതാണെന്ന് അറിയാതിരിക്കാൻ ഒരു പേരിടും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിലൊരു പേരാണ് എനിക്ക് വീരചന്ദ്രൻ എന്നിട്ടു. മൂത്ത ജ്യേഷ്ഠൻ ബാലചന്ദ്രൻ, ഇളയ ജ്യേഷ്ഠൻ സത്യചന്ദ്രൻ, ഞാൻ വീരചന്ദ്രൻ. ഷോർട്ടായിട്ട് എന്നെ വീരൻ എന്ന് വിളിക്കും. ഓമന പേർ. സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ ഹെഡ്മാസ്റ്റർ ചോദിച്ചു, എന്താണ് മോൻ്റെ പേര്? അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മോൻ വീരനാണെന്ന് പറഞ്ഞു. സാർ അങ്ങനെ തന്നെ എഴുതി വെച്ചു, വീരൻ. പിൽക്കാലത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇമ്മാനുവേൽ എന്ന നല്ലൊരു പേരുണ്ടായിട്ടും ഇതാണല്ലോ. ഇന്ന് പക്ഷേ ഞാൻ വേലയ്ക്ക് വന്ന ശേഷം അപ്പച്ചന്മാർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യവും പണക്കോ എന്തെങ്കിലും കുരുസൃതിയൊക്കെ കാണിച്ചാൽ ഡാ വീര എന്നും പറഞ്ഞ് വിളിക്കും അപ്പച്ചന്മാരെന്നെ. സെൻട്രൽ മാസ്റ്ററും കൊച്ചു മാസ്റ്ററൊക്കെ എന്നെ എന്തെങ്കിലും വഴക്ക് പറയാനാണെങ്കിൽ ഡാ വീര എന്ന് വിളിക്കും. അല്ലാത്തപ്പോഴൊക്കെ ഇമ്മാനുവേലെ എന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓമനപ്പേർ ചൊല്ലി. ഇവിടെ എന്താണ് ഓമനപ്പേര്? സൂര്യൻ. സൈറസ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ. കർത്താവിന് നീ ഒരു സൂര്യനാണ്. കർത്താവിന് നീ ഒരു സൂര്യനാണ്, സ്റ്റാറാണ്. കർത്താവിന് നീ ഒരു സൂപ്പർ സ്റ്റാറാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി. നീ സ്റ്റാറുകളുടെ പിന്നാലെ പോകരുത്. നീയാണൊരു സൂപ്പർ സ്റ്റാർ. കർത്താവ് നിന്നെ കൊണ്ട് അനേകരുടെ ഇരുട്ട് മാറ്റും. കർത്താവ് നിന്നെ അനേകർക്ക് വെളിച്ചമാക്കും. എൻ്റെ സമയം തീർന്നു വരുന്നത് കൊണ്ട് നീ ഒരു സൂപ്പർ സ്റ്റാറാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിന് ഞാനൊരു സ്റ്റാറാണ്. എൻ്റെ അപ്പൻ എന്നെ കൊണ്ടു നടക്കുമെന്ന് എല്ലാവരോടും പറയും, എൻ്റെ മോൻ വീരനാണെന്ന് പറയും. സ്റ്റാറാണ് അപ്പന്. അപ്പന് ഞാനൊരു സ്റ്റാറാണ്. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഞാനൊരു സ്റ്റാറായിരുന്നു. നിൻ്റെ അപ്പൻ്റെ ദൃഷ്ടിയിൽ നീ ഒരു സ്റ്റാറാണ്. വിശ്വസിക്കുന്ന കരമുയർത്തി. കർത്താവിൻ്റെ കാഴ്ചയിൽ നീ ഒരു സൂപ്പർ സ്റ്റാറാണ്. ലോകത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ പിന്നാലെ നീ പോകരുത്. നീ തന്നെയാണ് ഒരു സൂപ്പർ സ്റ്റാർ. നിന്റെ വെളിച്ചം മങ്ങിപ്പോകയില്ല. നീ നിത്യതയിലും സൂര്യനെ പോലെ പ്രകാശിക്കും. പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു, ഷൈൻ ചെയ്യാൻ, കർത്താവിന് വേണ്ടി ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയേ. നല്ലതുപോലെ ഉയർത്തണം. ഞാനൊരു സൂപ്പർ സ്റ്റാറാണെന്ന് നീ സ്വയം പറയണം. നിന്നോട് നീ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ സൂപ്പർ സ്റ്റാർ തന്നെയാണ്.
മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാനൊരു സാരമില്ല, ഞാൻ ദൈവത്തിന് സൂപ്പർ സ്റ്റാറാണ്. ദൈവത്തിന് സ്തോത്രം. അത് ആ ധൈര്യം എനിക്കുണ്ടാകണം. ഞാനൊരു ഭയങ്കര പേടിത്തൊണ്ടനായിരുന്നു. ഇന്ന് ഏത് സ്റ്റേജിൽ കയറിയാലും എൻ്റെ പേടി നിങ്ങൾ കാണുകയില്ല. പേടിയുണ്ട്, പക്ഷെ വെളിയിൽ കാണിക്കത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പറയും, കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്. അത് പറയുന്ന ഒരു അഹങ്കാരമോ നിഗളമോ പ്രശംസയോ അല്ല, അതൊരു സന്തോഷമാണ്. യേശുവിന് ഞാനൊരു സൂപ്പർ സ്റ്റാറാണെന്ന് വിശ്വസിച്ചേ. നിങ്ങളെവിടെ ഇരിക്കുന്ന എല്ലാവരും സൂപ്പർ സ്റ്റാറുകളൊന്ന് കരമുയർത്തിയേ. പൊക്കടാ കൈ, നീ ഒരു സൂപ്പർ സ്റ്റാറാ. നീയും രണ്ടേയും പൊക്കടാ. നീ ഒരു സാധാരണ സ്റ്റാറല്ല, നീ സൂപ്പർ സ്റ്റാറാണ്. ഞാൻ ആ വാക്കുകൾ അവസാനിക്കുക. ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് 45 അരമുറുക്കിയിരിക്കുന്നു. ഈ അരമുറുക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? തളരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ കർത്താവ് ഒന്ന് ധൈര്യപ്പെടുത്തും. ജീവിതത്തിൽ തളർച്ചകൾ വരും, ജീവിതത്തിൽ ക്ഷീണങ്ങൾ വരും. അതുകൊണ്ടാണ് അവൾ ശക്തി കൊണ്ട് അരമുറുക്കുന്നു. 18-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യം എടുത്ത് വായിച്ച്. ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കണ്ണുകളടയ്ക്കാം, എല്ലാവരും കണ്ണുകളടയ്ക്കാം, മുഴങ്കാലിരിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു, തളർന്ന കൈകളെ ബലപ്പെടുത്തുന്നു, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നു. ഒന്ന് കണ്ണടച്ചാട്ടെ. ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ നീ ബലപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ശക്തി കൊണ്ട് അരമുറുക്കി അവൻ നിന്റെ വഴിയുടെ കുറവ് മാറ്റും. ഇതാ, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ അരക്കി കെട്ടിയിരിക്കുന്നു. കർത്താവിന്റെ ബലം, നീ തളരാതെ, നീ കുഴയാതെ, നീ ക്ഷീണിക്കാതെ ഈ ജീവിത പാതയിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ അഭിഷിക്തനാണ് നീ. നിന്റെ അഭിഷേകം നിന്നെ കാലാകാലങ്ങളിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശിംശോൻ ഒരിക്കൽ യുദ്ധം ചെയ്തവൻ ക്ഷീണിച്ചപ്പോൾ, അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കർത്താവ് അവന് വേണ്ടി ലേഹിയിൽ ഒരു കുഴി വളരുമാറാക്കി. അവൻ അതിൽ നിന്ന് കുടിച്ചു, അവൻ ബലം പ്രാപിച്ചു, അവൻ യുദ്ധത്തിൽ പെട്ടുപോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ ബലത്തിന് വേണ്ടി കാത്തിരിക്കാം. വായി സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാം, അന്യഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരു ബലം കൂടെ പ്രാപിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ദൈവത്തിനെ ഇപ്പോൾ ശക്തി കൊണ്ട് അരമുറുക്കും. നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ധൈര്യത്തോടെ ഇവിടെ വിട്ടു പോകാം. ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുഹിതമെന്നിൽ തികയ്ക്കുവാൻ തരുന്നു നിൻ തിരുക്കരത്തിൽ. തിരുഹിതമെൽ തികയ്ക്കുവാൻ തരുന്നു നിൻ തിരുക്കരത്തിൽ. സൗരഭ്യമാകുവാനായി പുനയാകുമയർപ്പിക്കുന്നേ. തിരുവചന പ്രകാരം എന്നെ സൗരഭ്യമാകുവാനായി പുനയാകുമയർപ്പിക്കുന്നേ. തിരുവചന പ്രകാരം എന്നെ തിരുവചന പ്രകാരം സൗരഭ്യമാകുവാനായി
ഹൃദയാഗമായി അർപ്പിക്കുന്നേ തിരുവചനപ്രകാരമെന്നെ പൂർണ്ണയാഗമായി അർപ്പിക്കുന്നേ തിരുവചനപ്രകാരമെന്നെ പൂർണ്ണയാഗമായി അർപ്പിക്കുന്നേ തിരുവചനപ്രകാരമെന്നെ സൗരഭ്യമാകുവാനാ Bagara 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 hadra 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 Kirana managadri gadri vigadala hadra gadra hadra gadra hadra gadra Hallelujah 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 hallelujah